ഏതൊരു കാര്യവും വളരെ വ്യക്തതയോടുകൂടി തന്നെ ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ആൾക്കാരാണ് അശ്വതി നക്ഷത്രത്തിലുള്ളവർ. ഇവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ഇവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ ഏതു വിധേനെ എതിർക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് അശ്വതി. ഇവര് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം അതുപോലെ വിനയമൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ്. നമസ്കാരം. മെട്രിക് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിഷുഫലത്തിൽ നമ്മൾ അശ്വതി നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇന്നത്തെ പോലെയുള്ള വീഡിയോയിലെയും പോലെ തന്നെ ഏതൊരു നക്ഷത്രക്കാരുടെയും വിഷുഫലത്തിനു മുമ്പ് നമ്മൾ ആദ്യമേ ആ നക്ഷത്രക്കാരുടെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുക. അപ്പോൾ ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ കുറച്ച് ഗുണഗണങ്ങളെക്കുറിച്ചാണ് ആദ്യം തന്നെ നമ്മൾ പറയുന്നത്. അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ നക്ഷത്രം. അവരെപ്പോഴും ഒന്നാമതെത്താൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എപ്പോഴും അവർക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുക, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അവർക്ക് വിജയിക്കുക എന്നുള്ളൊരു ബോധം കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. അസാമാന്യമായ ഒരു ഓർമ്മശക്തിയും കാര്യങ്ങളുമൊക്കെ ഇവർക്ക് ധാരാളമുണ്ട്. പഴയ ഒരു കാര്യമാണെങ്കിൽ പോലും ഇവർ കറക്റ്റായിട്ട് തന്നെ പറയും. ഏതൊരു കാര്യവും വളരെ വ്യക്തതയോടുകൂടി തന്നെ ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ആൾക്കാരാണ് അശ്വതി നക്ഷത്രത്തിലുള്ളവർ. അവരെ പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ അവർ പൊറുക്കില്ല. അവർക്ക് ഈ കള്ളത്തരം പറയുന്നതും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഇവർക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അവർ പറയുന്നത് തെറ്റാണെങ്കിൽ ഇവർ ഏത് വിധേനയും അതിനെ എതിർക്കും. അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ഇവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ ഏതു വിധേനെ എതിർക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ. പ്രതിസന്ധികളിലൊക്കെ വളരെ കഷ്ടപ്പെട്ടവർ തരണം ചെയ്യാനായിട്ട് അഘോരാത്രമായിട്ട് പണിയെടുക്കും കുടുംബത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് സമ്പാദിക്കാനായിട്ടുള്ളൊരു കഴിവൊക്കെ ഉള്ള ആൾക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ. ഇവർ ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം അതുപോലെ വിനയമൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ്. ഇവരുടെ കുടുംബജീവിതം മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് വലിയ ഒരു രസമായിട്ട് വരികയില്ല. എത്ര നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും മറ്റുള്ള ഒരു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് അശ്വതി നക്ഷത്രക്കാരുടെ ഒരു കുടുംബപരമായിട്ടുള്ളൊരു ജീവിതം അത്ര അങ്ങോട്ട് രസമായിട്ട് വരില്ല. എന്നാൽ ഇവർ കൂടുതലായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പ്രാർത്ഥന കാര്യങ്ങളിലൊക്കെ കൂടുതൽ മുഴുകുന്ന ആൾക്കാരാണ്. ഭയം ഭക്തി കാര്യങ്ങളൊക്കെ ഇവർക്ക് കൂടുതലായിട്ടുള്ള ഒരു നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ. ആർക്കും പിടികൊടുക്കാതെ വഴുതി മാറുന്ന ഒരു സ്വഭാവം ഉള്ള ആൾക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ. ഈ പ്രലോഭനങ്ങൾക്കും അല്ലെങ്കിൽ ഇവരെ സൂചിപ്പിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും അവർ കേൾക്കില്ല. അതൊന്നും ചിലവാകാത്തൊരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ. അവരെന്താണ് തീരുമാനിച്ചത് അത് മാത്രമേ അവർ നടത്തിയെടുക്കുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ ഇവരെ സൂചിപ്പിച്ച് പറയുകയൊക്കെ ചെയ്താൽ ഈ ചെവി കൂടി കേട്ടിട്ട് ആ ചെവി കൂടി വിട്ടിട്ട് ഒരു ചിരിക്കും, കഴിഞ്ഞു. അവരെന്താണ് തീരുമാനിച്ചു വച്ചിരിക്കുന്നത് അത് മാത്രമേ അവർ പ്രാവർത്തികമാക്കാൻ നോക്കുകയുള്ളൂ. ഇതാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഗുണഗണങ്ങൾ. ഇനി അശ്വതി നക്ഷത്രത്തിൻ്റെ ഈ വർഷത്തെ വിഷുഫലത്തിലേക്ക് നമുക്ക് കടക്കാം. അശ്വതി നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തിൽ ഇവർക്ക് 7.5 ശനിയുടെ അപഹാര കാലഘട്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 മാർച്ച് മാസം 29-ാം തീയതിയോടുകൂടി ആരംഭിച്ച് 2027 ജൂൺ മാസം 2-ാം തീയതി വരെ ഇവർക്ക് 7.5 ശനിയുടെ അപഹാര കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇവരാരെയും സഹായിക്കാനുള്ള ഒരു മനസ്ഥിതിയുള്ള ആൾക്കാരാണ്.
അതുപോലെ തന്നെ ഇവരുടെ കർമ്മരംഗത്തൊക്കെ കൂടുതലായിട്ട് ജോലി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എങ്കിൽ പോലും ഈ വർഷം വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. കാര്യം ഇവര് ബിസിനസ് രംഗത്തൊക്കെ ഒന്ന് വ്യാപകമായിട്ട്, അതായത് മുന്നോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വർഷം കടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുപോലെ പല കാര്യങ്ങളിലും തടസ്സം നേരിടാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കുടുംബത്തിലുണ്ടായിരുന്ന ഒരു വഴക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്വരച്ചേർച്ചയില്ലായ്മ, അതൊക്കെ ഒന്ന് രമ്യമായ രീതിയിലൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ളൊരു സമയമുണ്ട് ഈ വർഷം. കാരണം വഴക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബകലഹം എന്ന് തന്നെ ഇരിക്കട്ടെ, അതൊക്കെ സംസാരിച്ച് തീർക്കുന്ന ഒരു സമയമാണ് ഈ വർഷം. അന്യാധീനപ്പെട്ട പണമൊക്കെ ഈ വർഷം അവർക്ക് തിരികെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് നല്ല രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ധനമൊക്കെ നമുക്ക് സമ്പാദിക്കാവുന്ന ഒരു സമയമാണ് ഈ വർഷം. മറ്റുള്ള വർഷത്തിലെ പോലെയല്ല, കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട് ഈ വർഷം അശ്വതി നക്ഷത്രത്തിന്. എങ്കിൽ പോലും വളരെ ഐഡിയപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ധനം സമ്പാദിക്കുന്ന ഒരു സമയം കൂടിയാണ്. ശിവനെ ഒന്ന് പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കുടുംബത്തൊക്കെ സംഭവിക്കും. കലാകാരന്മാർക്കൊക്കെ കുറച്ച് മോശമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ വർഷം അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർക്ക്. മറ്റുള്ള നക്ഷത്രത്തിനെ അപേക്ഷിച്ച് കുറച്ചൊന്ന് മോശമാണ്. എങ്കിൽ പോലും ശിവഭഗവാന് ജലധാര അതുപോലെ തന്നെ കൂവളത്ത് മാലയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് വിഷു ഫലത്തിലൊക്കെ സംഭവിക്കാവുന്നതാണ്. ഈ വർഷം കുഴപ്പമില്ലാതെ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായ ഒരു ബഹുമതികളും കാര്യങ്ങളൊക്കെ വന്നു ചേരും. ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ കാണുന്നു. കാരണം ചിലപ്പോൾ ഒരു പ്രമോഷൻ വരാനുള്ളൊരു സാധ്യത, അതായത് ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രമോഷനൊക്കെ വരാനുള്ളൊരു സാധ്യത കാര്യങ്ങൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത്. മറ്റുള്ളവരുമായിട്ട് വാക്ക് തർക്കത്തിന് പോകാതിരിക്കുന്നതാണ് ഈ വർഷം ഇവർക്ക് നല്ലത്. കാരണം ശത്രുക്കളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അധികം വഴക്കിടാൻ പോകുന്ന ഒരു സാഹചര്യം നിർത്തുക, സൗമ്യമായിട്ട് പോവുക, സംയമനം പാലിക്കുക എന്നൊക്കെയാണ് കൂടുതലായിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ തോക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അശ്വതി നക്ഷത്രത്തിന് ഈ വിഷു ഫലത്തിൽ. പിന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ക്ഷേത്രങ്ങളിലൊക്കെ കൂടുതലായിട്ട് പോയി പ്രാർത്ഥിക്കാനും പല പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തിലൊരു സമാധാനം, ഐശ്വര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ വിഷുഫലം. അപ്പോൾ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ളൊരു തടസ്സങ്ങൾ, അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഇപ്പോഴത്തെ സമയം, അതുപോലെ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിനും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഈ നമ്പറിൽ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നതാണ് നല്ലത്. കോൾ ചെയ്താൽ, അതായത് നോർമൽ കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടില്ല. വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ അശ്വതി നക്ഷത്രത്തിൻ്റെ വിഷുഫലം. അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം. ജീവേഷ്.